നമസ്കാരം, കെ കെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് കണ്ണപുരം പുതിയകാവ് സ്വദേശി ചന്ദ്രേട്ടനാണ്. ചന്ദ്രേട്ടൻ കൊട്ടിയൂർ ഇളനീരാട്ടത്തിന് പോവുകയാണ്. കഴിഞ്ഞ 50 വർഷമായി ചന്ദ്രേട്ടൻ ഇളനീരാട്ടത്തിന് മുടങ്ങാതെ പോകുന്നുണ്ട്. അദ്ദേഹം ഈ യാത്ര കണ്ണപുരത്ത് നിന്ന് ഇന്നലെ ആരംഭിച്ചതാണ്. ഈ വളരെ പുലരുന്ന വരെ ഒരു 4-4:30 ഇപ്പോൾ സമയം. ഈ സമയത്ത് ഈ റോഡിലൂടെ മഴയത്ത് ഇവിടെയൊക്കെ പിടിച്ച് പരമ്പരാഗതമായ പഴയ ആ ഒരു ശൈലിയിലാണ് അദ്ദേഹം അതിനിടയിലൊരു തണുപ്പത്ത് ഒരു ചായ കുടിക്കാൻ വേണ്ടി ഈ കടയുടെ മുന്നിൽ ചന്ദ്രേട്ടൻ. അപ്പോൾ ചന്ദ്രേട്ടനോട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചോദിച്ചറിയാൻ ശ്രമിക്കുകയാണ്. നമുക്കൊന്ന് കേട്ട് നോക്കാം. നമ്മൾ ഈ സമ്പ്രദായം കണ്ണാരം പാലത്തിന് ഇപ്പറേ ഉള്ളൂ, അല്ല പഴയങ്ങാടി പാലത്തിന് തലശ്ശേരി വടകര വരെ. എത്ര കൊല്ലമായി കൊട്ടിയൂർ പോകുന്നുണ്ട്? 50 വർഷം. 50 വർഷം സ്ഥിരമായിട്ട് പോകുന്നുണ്ട്. അതെയാ. എന്താ പേര് നിങ്ങൾ? എൻ്റെ പേര് ചന്ദ്രൻ. കണ്ണപുരത്ത് എവിടെയാണ്? പുതിയാവാ. കണ്ണപുരം പുതിയാവും, ആലാഞ്ചമരം. ആയിക്കോട്ടെ. എന്നാ ഇതിൻ്റെ ഐതിഹ്യം എന്നാ? വാ ഒന്ന് കുടിച്ചോ, പറഞ്ഞോളെ. ഇത് നമ്മളെ അടുത്ത് പഠിക്കാറ്. അതെ, ആയിക്കോട്ടെ. ഓപ്പറോ രണ്ടൊന്നും കൂടെ വേണേ. ഇതിൻ്റെ ഐതിഹ്യം എന്നാ? നീ ഇളനീര് കൊടുക്കുന്നുണ്ട്. ഐതിഹ്യം എന്ന് വെച്ചാൽ ഒരുപാട് കാര്യമുണ്ട്. അതെ അതെ. ഈ 2 മിനിറ്റ് 1 മിനിറ്റ് കൊണ്ടൊന്നും പറഞ്ഞാൽ തീരില്ല. എന്നാലും ഒരു ചുരുക്കത്തിൽ ഓരോ കുടിച്ചോ. ഐതിഹ്യം എന്ന് വെച്ചാൽ പണ്ട് ഇവര് വില്ലന്മാർ വേട്ടയാടാൻ പോയ സമയം ഈ കാട്ടിയാദിക്കാർ വേട്ടയാടാൻ പോകുന്ന സമയത്തെന്ന് വെച്ചാൽ ഇവർ അമ്പിനി പിന്നെ മൂർച്ചം കൂട്ടാൻ വേണ്ടി കല്ല് കാണിച്ചു. കല്ലണക്കുമ്പോൾ എന്ന് വെച്ചാൽ അവർ പിന്നെ ചോറ് കണ്ടു മണത്തണ 4 വീട്ടുകാർ വന്നു പറഞ്ഞു. എന്നിട്ട് അവർ പോയതിന് ശേഷം പിന്നെ ഇത് പാലൊഴിച്ചു, നെയ്യൊഴിച്ചു, പിന്നെ വയ്യ വയ്യ എന്നിട്ട് വയ്യ ഇളനീരിൻ്റെ വെള്ളം ഒഴിച്ചു നിന്നില്ല. ഇളനീരിൻ്റെ വെള്ളം ഒഴിച്ചാൽ നിന്ന്. ഇളനീര് വെള്ളം, അതാണ് ഈ ഇളനീര് കൊണ്ടുപോകുന്നല്ലേ? അതായി ഇളനീര് കൊണ്ടുപോകുന്നത്. അതാണ് ഇളനീരാട്ടം. കോരിച്ചൊരിയുന്ന മഴയും തണുപ്പും കാറ്റും ഇരുട്ടുമൊന്നും ചന്ദ്രാട്ടനെ പോലെ വിശ്വാസമർപ്പിച്ച് ഇളനീരാട്ടത്തിനു പോകുന്നവരെ ബാധിക്കുന്നില്ല. ഇത് അവരുടെ വിശ്വാസമാണ്. ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമില്ല.